ഈ ഇത്തരത്തിലുള്ള ഈ പീഡനങ്ങളും അതുപോലെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കൊണ്ടാണോ ഒരു പുരുഷ വിരോധിയായി മാറിയത്? പുരുഷ വിരോധിയല്ല ഞാൻ. പക്ഷെ എങ്കിൽ പോലും ഒരു പുരുഷനോട് ബേസിക്കലി എനിക്ക് ഒരു ഒരു അകൽച്ചയാണ് മീൻസ് അല്ലേ? പാർട്ണർ എന്ന നിലയിൽ മാത്രം, ഒരു പാർട്ണർ എന്ന നിലയിൽ വരുമ്പോൾ മാത്രമാണ് പുരുഷനോട് എനിക്ക് അകൽച്ച വരുന്നത്. ഉള്ളൂ. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഐ എം ടോട്ടലി കംഫർട്ടബിൾ വിത്ത് മെയിൽസ്. ഞങ്ങൾ ഭയങ്കര, ഞാൻ എപ്പോഴും മെയിൽ ഫ്രണ്ട്സ് ഒക്കെ, എനിക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ജോളിയായിരിക്കും ഞങ്ങൾ. ഒരു നീ ആള് പൊളിയാണല്ലോ, നീ അങ്ങനെയാണല്ലോ, ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടെ ലോകത്ത് ഇങ്ങനെ. പക്ഷെ അതിനൊരു അതിർവരം വിടും ഞാൻ എപ്പോഴും. എല്ലാ റിലേഷൻഷിപ്പിനും, പ്രത്യേകിച്ചും പുരുഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഞാൻ അതിർവരം വിടും. അതിന് കവിഞ്ഞു പോകത്തില്ല. എന്നാൽ ഒരു പുരുഷൻ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കംഫർട്ടബിൾ. അങ്ങനെ അല്ലാതല്ല, ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. എല്ലാ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും സുഹൃത്തുക്കളുമായിട്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാവുന്ന എൻ്റെ ആൺ സുഹൃത്തുക്കൾക്കാണ്. അവരോട് ഞാൻ ഷെയർ ചെയ്യും. എനിക്കുണ്ടായ ആദ്യത്തെ ട്രോമകളൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത ആൺ സുഹൃത്തുക്കളോട് ഞാൻ ഷെയർ ചെയ്യും. ഫെമിനിസ്റ്റ് അല്ല, ഫെമിനിസ്റ്റ് ആണ്. സൈബർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻ ദ സെൻസ് ഫെമിനിസ്റ്റ് സ്ത്രീക്ക് കുറച്ചുകൂടെ സമൂഹത്തിൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടണം, എല്ലാ ഫ്രീഡവും കിട്ടണം എന്ന് ചിന്തിക്കില്ല.